ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ പ്ലീസ് ബി മൈ ഫാമിലിയുടെ എപ്പിസോഡ് 8 ആണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മുടെ വന്ന് നമ്മുടെ സിലിയെ വഴക്ക് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് ഓഫീസിൽ ഇരിക്കുന്ന ഭാഗത്താണ്. അപ്പോൾ സെക്രട്ടറി പറഞ്ഞു കാണും പ്രൊമോഷൻ മീറ്റിങ്ങിൻ്റെ കാര്യം, അതുപോലെ തന്നെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തണമെങ്കിൽ അത് ആരും ഡിസ്കസ് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞു കാണും. നമ്മുടെ സിലിയെ ഡിസ്കസ് ചെയ്യണം എന്നുള്ള കാര്യമുണ്ട്. അപ്പോൾ അന്ന് രാത്രി കാണിക്കുവാണ് നമ്മുടെ സിലി ആണെങ്കിൽ കുറേ ലേറ്റ് ആയി കേട്ടോ. അവൾ അപ്പോഴും ഒരു വർക്ക് ചെയ്ത് വേറെ ഒന്നുമില്ല, നമ്മുടെ യുവിൻ്റെ ഓഫീസിലെ വർക്കൊന്നുമില്ല. അവളെ എക്സ്ട്രാ സൈഡ് ബിസിനസ് പോലെ സംഭവം ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ കുറേ മോതിരങ്ങളെല്ലാം ഡിസൈൻ ചെയ്യും. ആ ഡിസൈൻ അനുസരിച്ചുള്ളത് അവൾ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഡിസൈനും കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അങ്ങോട്ട് കയറുകയാണ്. അപ്പോൾ കയറുമെന്ന് ചോദിക്കണം, നീ എന്താ ചെയ്യുന്നത്, ഇത്രയും ലേറ്റ് ആയില്ലെന്ന് ചോദിക്കുന്ന സമയത്ത് എടുത്തുകൊണ്ട് നമ്മുടെ സിലി ചോദിക്കണം, ഞാൻ ഓൾറെഡി പറഞ്ഞില്ലായിരുന്നു, ഒരു കണ്ടീഷൻ വെച്ചില്ലായിരുന്നു, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ പ്രൈവറ്റ് കാര്യത്തിൽ ഇടപെടേണ്ട, എനിക്കിഷ്ടമുള്ള ഞാനും നിനക്ക് ഇഷ്ടമുള്ള നീയും ചെയ്തോളാൻ പറയണം. അപ്പോൾ എടുത്തോണ്ട് പറയണം, വേറെ ഒന്നുമില്ല, ഞാൻ പ്രൊമോഷൻ മീറ്റിങ്ങിൻ്റെ കാര്യം പറയാൻ വന്നതെന്ന് പറയുമ്പോഴേക്കും സിലിക്ക് ഓൾറെഡി തലേന്നുണ്ടായ കാര്യങ്ങളിലൊക്കെ കലിപ്പിലാണ് ഇരിക്കുന്നത്. അവിടെ സിലി ഇവൻ പറയുന്ന ഒന്നും കേൾക്കാതിരിക്കാതെ സിലി ചെന്ന് കിടക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ എന്താ പറയുന്നത് ആ സമയത്ത് ടേബിളിൻ്റെ പുറത്ത് നമ്മുടെ സിലി വന്ന് അവളുടെ ഒരു മോതിരം ഊരി വെച്ച് കാണും. അപ്പോൾ അതെടുത്ത് നോക്കുവാണ്. അപ്പോൾ അതെടുത്ത് നോക്കിയപ്പോൾ ഓൾറെഡി തലേന്ന് നമ്മുടെ കുഞ്ഞിപ്പെണ്ണായി സംസാരിച്ചപ്പോൾ കുഞ്ഞിപ്പെണ്ണ് കാണിച്ചു കൊടുത്ത് കാണും നമ്മുടെ സിലി വന്ന് എന്താ ഈ മോതിരങ്ങളൊക്കെ ഡിസൈൻ ചെയ്തില്ലയോ, ആ അവൾ ചെയ്ത ഡിസൈനില്ല, ആ ഡിസൈൻ മോതിരം തന്നെയാണ് അവിടെ ഊരിയിരിക്കുന്നത്. അപ്പോൾ അവന് മനസ്സിലാവാതെ അവളുടെ മോതിരമാണ്. അതുപോലെ തന്നെ നമ്മുടെ ആലോചിക്കും, ദൈവമേ ഇവൾ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടോ, ഈ ഒരു കുഞ്ഞിപ്പെണ്ണിനെ നോക്കാൻ വേണ്ടി അവൾ ഇത്രമാത്രം കഷ്ടപ്പെടുന്നല്ലോ, അവളുടെ ടൈം വെച്ചിട്ട് ഇത്രയും കഷ്ടപ്പെടുന്നുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കും. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് എന്താ പറയുന്നത് പ്രൊമോഷൻ മീറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് കാണിക്കുവാണ്, ഇതിൻ്റെ പിറ്റേന്നാണ് പ്രൊമോഷൻ മീറ്റിംഗ്. അപ്പോൾ അതിൻ്റെ തലേന്ന് കുറേ വർക്ക് നമ്മുടെ യുവിന് ചെയ്ത് തീർക്കാനുണ്ട്. അതുകൊണ്ട് അവന് രാത്രി ഭയങ്കര ലേറ്റായിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല. ആ സമയത്ത് വന്ന് അവിടുത്തെ സെർവൻ്റ് ഉണ്ടല്ലോ, ആ കിച്ചണിൽ നിന്നില്ല, ആ സെർവൻറ്റിനെ വിളിച്ച് ചോദിക്കുവാണ്, എന്തായി പിള്ളേരെല്ലാം ഉറങ്ങിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വന്ന് ആ സെർവൻറ്റ് പറയുവാണ് യുവിൻ്റെ അടുത്ത്, ഒരു കാര്യം ആലോചിച്ച് ബോസ് വിഷമിക്കേണ്ട, കാരണം വെച്ചാൽ ഇത്രയും കാലം നിങ്ങൾക്ക് അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഭയങ്കര ടെൻഷനില്ലായിരുന്നു. ഇപ്പോൾ നമ്മുടെ സിലി വന്നതിന് ശേഷം പിള്ളേരെ കാര്യമാണെങ്കിലും കറക്റ്റ് സമയത്ത് അവർ ഉറക്കുവാണെങ്കിലും അവരെ എല്ലാ കാര്യവും അവൾ തന്നെ നോക്കുന്നത്. മാത്രമല്ല അവൾ എത്ര ജോലി തീർക്കണമെങ്കിലും പിള്ളേരെ കാര്യം അതിൻ്റെ ഒപ്പം തന്നെ നോക്കുന്നതുകൊണ്ട് ബോസ് ടെൻഷൻ ആവണ്ടെന്ന് സെർവൻറ്റ് പറയണം. അപ്പോൾ നമ്മുടെ എന്താ പറയുന്നത് ഇതെല്ലാം കേട്ടിട്ട് സമാധാനത്തിലിരിക്കുക. പക്ഷേ അന്ന് രാത്രി അവൻ എന്തുമായാലും അത്രയും ലേറ്റ് ആയിട്ട് പോലും ലാസ്റ്റ് നല്ല മിഡ് നൈറ്റ് ആയിട്ട് പോലും അവൻ വീട്ടിൽ വരും. വീട്ടിൽ വരുന്ന സമയത്ത് നമ്മുടെ സിലി വന്ന് ഭയങ്കര ഉറക്കം കേട്ടോ. അപ്പോൾ നമ്മുടെ കിടക്കാൻ പോകുന്ന സമയത്ത് ആലോചിക്കുകയാണ്, ദൈവമേ ഞാൻ ഇവിടെ അടുത്ത് ഈ പെരുമാറുന്നതും ചെയ്യുന്നതൊക്കെ ശരിയാണോ എന്ന് അവന് സ്വയം തോന്നി തുടങ്ങി. അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ കാണിക്കുവാണ്, നമ്മൾ സിലി രാവിലെ എണീറ്റില്ല, കാരണം അവളും ലേറ്റ് ആയിട്ടാണല്ലോ കിടന്നുറങ്ങിയത്. അപ്പോൾ രാവിലെ തന്നെ ഒരു വലിയൊരു ബോക്സ് കൊണ്ടാണ് നമ്മുടെ വന്ന് സിലിയെ കാണാൻ വരുന്നത്. എന്നിട്ട് ബോക്സ് കൊണ്ട് നല്ല മുറുക്കി വയ്ക്കുന്ന സമയത്ത് ആ ശബ്ദം കേട്ടിട്ട് ആര് കേൾക്കും, എണീക്കും, നമ്മുടെ സിലി എണീക്കും. സിലി എണീറ്റ് ചോദിക്കും എന്തുവാന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ എന്താ പറയുക പറയുന്നതിൻ്റെ ഫോൺ ഇങ്ങ് തരാൻ പറയും. അപ്പോൾ എടുത്തോണ്ട് സിലി പറയും, ഞാൻ പറഞ്ഞിട്ടില്ലേ പ്രൈവറ്റ് കാര്യങ്ങൾ ഇടപെടണ്ടെന്നും. അപ്പോൾ പറയും വേറെ ഒന്നുമല്ല, ഞാൻ ഈ പിള്ളേർക്ക് 2 വാച്ച് വാങ്ങിച്ചിട്ടുണ്ട്, ഈ വാച്ചിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അത് നിൻ്റെ ഫോണായിട്ട് കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ പിള്ളേർ എവിടെ പോയാലും ആ ലൊക്കേഷൻ നിനക്ക് അറിയാൻ പറ്റും. അതിന് വേണ്ടി അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയാന്ന് പറയുന്ന സമയത്ത് സിലി എന്ത് ചെയ്യും, അവളുടെ ഫോൺ എടുത്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അവൾ ചോദിക്കുന്നത് എന്താ ഈ പെട്ടി ചോദിക്കുന്ന സമയത്ത് പറയും, ഇന്നേ പ്രൊമോഷൻ മീറ്റിംഗ് ഉണ്ട്, അപ്പോൾ അതിന് നീ എൻ്റെ കൂടെ വന്നേ പറ്റൂ, കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ എന്താ പറയുന്നത് ഫുൾ പ്ലാനും ആരുടെയാണ്, ആ സത്യം പറഞ്ഞാൽ പ്രൊമോഷൻ മീറ്റിംഗ് നടക്കുന്നതേ നമ്മുടെ സിലിയുടെ പ്ലാനിങ്ങുള്ളതുകൊണ്ടാണ്. അതിനെ ബേസ് ചെയ്തുള്ള പ്രൊമോഷൻ മീറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ ആര് വേണം അവിടെ, സിലി വേണം. ഓക്കെ, മാത്രമല്ല സിലി എന്താ വൈഫല്ലേ ഇവൻ്റെ, അപ്പോൾ അവൾ വന്നേ വരത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ട് വന്ന് വെച്ചേക്കുവാണ് നമ്മുടെ അപ്പോൾ അവൾക്ക് നോക്കുമ്പോൾ അവൾക്ക് സന്തോഷം ആവുന്നുണ്ട്. പക്ഷേ ആദ്യം സന്തോഷമാണെങ്കിലും പിന്നെ അവൻ ആ പറഞ്ഞതെല്ലാം ആലോചിച്ചിട്ട് പിന്നെ അവൾ പിന്നെയും സാഡാവും. അത് കഴിഞ്ഞ് നമ്മുടെ സിലി വന്ന് ഹീൽസൊക്കെ ഇട്ട് നല്ല ക്യൂട്ടായിട്ട് ഡ്രസ്സ് ചെയ്തൊക്കെ വരും കേട്ടോ. എന്നിട്ട് ഇവർ രണ്ടുപേരും ആ ഓഫീസിൽ പോയിട്ട് മറ്റേ ലിഫ്റ്റിനകത്ത് കയറാം. അപ്പോൾ ലിഫ്റ്റിനകത്ത് കയറുമ്പോൾ നമ്മുടെ പറയുകയാണ്, നമ്മൾ വീട്ടിനകത്ത് അങ്ങനെയൊക്കെ ആണെങ്കിലും പുറത്തുള്ളവരുടെ മുന്നിൽ നല്ല ഹസ്ബൻഡും വൈഫായിരിക്കും എന്ന് പറഞ്ഞിട്ട് കൈ പിടിക്കാൻ പറയണം. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി കൈ പിടിച്ച് കൈ കോർത്ത് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ സോങ് കയറി വരാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ സോങ് അറിയാലേ നമ്മുടെ സിലീനെ കണ്ട എങ്ങനെയെങ്കിലും അവൾ ടീസ് ചെയ്യണമെന്നേ വിചാരിക്കത്തുള്ളൂ. പറയണേ ഇവളെയൊക്കെ കൊണ്ടിട്ട് എന്തിനാണ് നിങ്ങൾ വരുന്നതെന്ന് നമ്മുടെ യുവിൻ്റെ അടുത്ത് ചോദിക്കണം. അതുപോലെ തന്നെ പറയുകയാണ്, എന്താ ഇവൾക്കൊക്കെ എന്തുവാ, നിന്നെയൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല, നിൻ്റെ പ്രൊജക്റ്റ് അന്ന് എന്താ ഇവിടെ നിന്ന് വേണ്ടെന്ന് വെച്ച് പറഞ്ഞു വെച്ചില്ല, പിന്നെ നീ എന്തിനാ ഈ പ്രൊമോഷൻ മീറ്റിങ്ങിന് വന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് പറയും, നമ്മുടെ എടുത്തുകൊണ്ട് നമ്മുടെ സിലി കയറി പറയും കേട്ടോ, ഞാൻ ഇദ്ദേഹത്തിൻ്റെ വൈഫാണ്, മനസ്സിലായോ, മാത്രമല്ല എൻ്റെ പ്ലാനിങ്ങിൻ്റെ പ്രൊമോഷൻ മീറ്റിംഗ് ഇവിടെ നടക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ സിലി കയറിയിട്ട് യുവിനെ കിസ് ചെയ്യണം. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ആർക്ക് പറ്റത്തില്ല, ഇത് കാണുമ്പോൾ സോങ്ങിന് സഹിക്കത്തില്ല. അപ്പോൾ സോങ് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്.
ഓക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അവളെ കാണിക്കാൻ വേണ്ടി ചെയ്തെങ്കിൽ അവർ ഇച്ചിരി നേരം ഇങ്ങനെ കിസ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അവർക്ക് പിന്നെ ഭയങ്കര എംബാരസ്ഡ് ആയിട്ട് അവർ പറയും. എന്നിട്ട് നമ്മുടെ യു പറയുന്നത് കേൾക്കണം കേട്ടോ. യു ഇത് പറയും സിലി എടുത്ത്, നീ ഭയങ്കര പ്രൊഫഷണൽ ആണല്ലോ. അപ്പോൾ സിലി പറയും, നിങ്ങളും പ്രൊഫഷണലാ, പിന്നെ ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നു ഇപ്പോൾ കാണാമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുന്നത് അത് പാച്ചപ്പ് ചെയ്ത്, ആ ചെയ്ത കാര്യം പാച്ചപ്പ് ചെയ്ത് വിടുകയാണ്. അത് കഴിഞ്ഞ് കാണിക്കുവാണ് പ്രൊമോഷൻ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് മെയിനായിട്ട് സ്പീച്ച് പറയുന്നത് വേറെ ആരുമല്ല, നമ്മുടെ എന്താ പറയുന്നത് യു തന്നെയാണ്. അപ്പോൾ യു എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ വൈഫാണ് സിലി, വന്ന് എൻ്റെ വൈഫാന്നൊക്കെ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത് നമ്മുടെ യു വന്ന് സിലിയുടെ അടുത്ത് കണ്ണുകൊണ്ട് കാണിക്കാൻ ലിപ്സ്റ്റിക്ക് ഇച്ചിരി ഇതായിട്ടുണ്ട് കേട്ടോ, അവിടെ ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടി കണ്ണുകൊണ്ട് കാണിക്കണം. അപ്പോൾ സിലി അവിടെ നിന്ന് റൂമിൽ ചെന്നിട്ട് ശരിയാക്കാൻ നിൽക്കുന്ന സമയത്ത് സോങ് ഇവളുടെ പിന്നാലെ വന്നിട്ട് ഇവളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഓ, നീ അപ്പോൾ വൈഫാണല്ലേ, നിങ്ങൾ എന്തായിരുന്നു കല്യാണം കഴിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ ടീസ് ചെയ്യാം. അപ്പോൾ ഇവളെല്ലാത്തിനും നല്ല സ്ട്രോങ് ആയിട്ടാണ് സിലി ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുന്നത് സോങ് പറയുകയാണ് ഇവളടുത്ത്, അതെ അവന് നിന്നെ ഒരു ആവശ്യമില്ലാതെ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് അവന് സത്യം പറഞ്ഞാൽ അവൻ്റെ മോനെ നോക്കാൻ ഒരാൾ വേണമായിരുന്നു, അതിന് വേണ്ടി മാത്രമാണ്. നീ തന്നെ നോക്കിക്കോ, ഇപ്പോൾ നീ ഇങ്ങനെ ഹാപ്പി ആയതുകൊണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ നീ തന്നെ സഹിക്കാൻ പോകും, നീ കരയാൻ പോകുന്നേ ഉള്ളൂടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആര് കയറി സെക്കൻഡ് ഹീറോ വന്നിട്ട് നമ്മുടെ സോങ്ങിനെ കളിയാക്കുമ്പോൾ സോങ്ങിന് ദേഷ്യം വന്ന് സോങ് ഇറങ്ങിപ്പോവും. എന്നിട്ട് സെക്കൻഡ് ഹീറോ പറയും നമ്മുടെ സിലിയുടെ അടുത്ത്, നിങ്ങൾ ടെൻഷൻ ആവുമൊന്നും വേണ്ട, അവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അവൾ ഇച്ചിരി എന്താ പറയുന്നത് ഭയങ്കര ഇച്ചിരി കലിപ്പൊക്കെ, അതൊന്നും കാര്യമാക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോവാം. എന്നിട്ട് സെക്കൻഡ് ഹീറോ ചോദിക്കുന്നത് ആരെ പറ്റിയെന്ന് അറിയാം, നമ്മുടെ ടീച്ചറെ പറ്റി. അവളെ പറ്റി എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്നത്. പക്ഷേ സിലി അങ്ങ് വിട്ട് പറയത്തില്ല കേട്ടോ. അത് പറയും, ഞങ്ങൾ എന്താ പറയുന്നത് ഞങ്ങൾ നല്ല ക്ലോസ് തന്നെയാണ്, പക്ഷേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൈവറ്റ് മാറ്റേഴ്സിലൊന്നും ഇടപെടാറില്ലെന്ന് പറയാം. അപ്പോൾ എന്നിട്ട് സിലി ചോദിക്കുവാണ്, നീ എങ്ങനെ ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ സെക്കൻഡ് ഹീറോ പറയും, സത്യം പറഞ്ഞാൽ നിങ്ങൾ പോയതിൻ്റെ പിന്നാലെ എന്താ പറയുക സോങ് വരുന്നത് ആര് കണ്ടായിരുന്നു, ആ സ്പീച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ യു കണ്ടായിരുന്നു. അപ്പോൾ യു കണ്ണുകൊണ്ട് കാണിച്ചാന്ന് സെക്കൻഡ് ഹീറോയുടെ അടുത്ത് പോയിട്ട് നമ്മുടെ ആരെ രക്ഷിക്കാൻ, നമ്മുടെ സിലിയെ രക്ഷിക്കാൻ. അപ്പോൾ സിലി ആലോചിക്കുമ്പോൾ ഇവൻ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ലല്ലോ, ഇവൻ എന്തോ പറ്റിയെന്ന് ആലോചിക്കുവാണ്. അത് കഴിഞ്ഞ് നമ്മുടെ എന്താ പറയുന്നത് യു അന്ന് സ്പീച്ചെല്ലാം പറഞ്ഞിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് എന്താ പറയുന്നത് നമ്മുടെ ഓൾറെഡി പറഞ്ഞല്ലോ സിലിയാണ് വൈഫ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഒരു വലിയ ബൊക്കെ, ഒരു ഫ്ലവേഴ്സിൻ്റെ ബൊക്കെ കൊണ്ടുവന്ന് തരാൻ നിൽക്കും കേട്ടോ. അപ്പോൾ ഓടി വന്ന് നമ്മുടെ വേഗം വന്നിട്ട് നമ്മുടെ യു വന്ന് ആ ബൊക്കെ എടുത്ത് മാറ്റിയിട്ട് ആർക്ക് കൊടുക്കുവാണ്, നമ്മുടെ സോങ്ങിന് എടുക്കും. അപ്പോൾ സോങ് ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ യു എനിക്ക് ബൊക്കെ തന്നല്ലോ, എൻ്റെ എടുത്തുകൊണ്ട് ഒരു പ്ലാസ്റ്റിക് ബൊക്കെ ഓൾറെഡി അവനെ ഏൽപ്പിച്ച് വെച്ച് കാണും. അത് എടുത്തിട്ട് നമ്മുടെ സിലിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയാം, അതെ വേറെ ഒന്നുമല്ല, എൻ്റെ വൈഫിന് പോളൻസ് മീൻസ് അലർജി ഉണ്ട് പൂവിൻ്റെ, അതുകൊണ്ടാണ് ഞാൻ ബൊക്കെ മാറ്റുന്ന പറയാം. അപ്പോൾ സോങ് പിന്നെയും നാണം കിട്ടുപോയി. അത് കഴിഞ്ഞ് നമ്മുടെ എന്താ പറയുക യുവും സിലി എല്ലാം കൂടി അവിടെ നിന്നിട്ട് മറ്റേ പത്രക്കാരെ കാണില്ല അവർ മുന്നിൽ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് ഈ ബൊക്കെയൊക്കെ പിടിച്ചിട്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ടീച്ചറുടെ വീട്ടിലാണ്. ടീച്ചറാണെങ്കിൽ ഭയങ്കരമായിട്ട് ഫോണൊക്കെ നോക്കി എൻജോയ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് എന്താ പറയുക നമ്മുടെ സെക്കൻഡ് ഹീറോ എങ്ങനെയൊക്കെയോ നമ്മുടെ ടീച്ചറുടെ അഡ്രസ്സ് കണ്ടുപിടിച്ചിട്ട് അവിടെ വന്നിട്ട് കേക്കൊക്കെ കൊണ്ടാണ് വന്നേക്കുന്നത് കേട്ടോ. എന്നിട്ട് വന്നിട്ട് പറയുന്നത് ആരാണെന്ന് ചോദിക്കും നമ്മുടെ ടീച്ചർ. അപ്പോൾ പറയും ഇല്ല ഞാനൊരു ഡെലിവറി തരാൻ വന്നേ. അപ്പോൾ നമ്മുടെ ടീച്ചർ ഭയങ്കര ഖുഷിയായിട്ട് ചെന്നിട്ട് ആ വാല് തുറക്കുമ്പോൾ കാണുന്നത് ആരും സെക്കൻഡ് ഹീറോ. അപ്പോൾ വേഗം വാതിലടയ്ക്കാൻ നിൽക്കുന്ന സമയത്ത് സെക്കൻഡ് ഹീറോ പറയണം നിൻ്റെ അന്നത്തെ വീഡിയോ എൻ്റെ കിടപ്പുണ്ടെന്ന് പറയാം. അപ്പോൾ ടീച്ചർ വേഗം വാലെന്ന് പറയും ഏത് വീഡിയോ അല്ല അന്ന് നീ നല്ല ക്യൂട്ടായിട്ട് സംസാരിച്ച വീഡിയോ എൻ്റെ കിടപ്പുണ്ട് കാണണമെന്ന് ചോദിക്കണം. അപ്പോൾ ടീച്ചർക്ക് വേറെ വഴിയില്ലല്ലോ. അപ്പോൾ ടീച്ചർ ഇവനും വീടിനകത്ത് കയറ്റും. എന്നിട്ട് ഇവർക്ക് കേക്കൊക്കെ തിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സെക്കൻഡ് ഹീറോ ഇങ്ങനെ ഈ പ്രണയത്തെ പറ്റിയും കാര്യങ്ങളെ പറ്റിയും എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ ക്ലൂ പോലെയൊക്കെ ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ ടീച്ചർ എന്താ പറയുന്നത് ടീച്ചർ പറയും നീ ആ ഫോൺ ഇങ്ങ് തന്നെ ഞാനത് ഡിലീറ്റ് ചെയ്തിട്ട് എന്നിട്ട് നീ ഇവിടെ നിന്ന് പോകാൻ പറയാം. അപ്പോൾ സെക്കൻഡ് ഹീറോ ഫോൺ കൊടുക്കത്തില്ല. അപ്പോൾ നമ്മൾ ടീച്ചർ അത് എടുക്കാൻ നോക്കുന്ന സമയത്ത് ഇവരിങ്ങനെ ക്ലോസ് ആയി വരുവേ. അപ്പോൾ നമ്മൾ ടീച്ചർക്ക് എന്തോ എംബാരസ്ഡ് ആയിട്ട് ടീച്ചർ ബാഗ് എണീറ്റ് പറയും നീ വീഡിയോ തന്നില്ലേലും വേണ്ടില്ല ഇറങ്ങി പോടാ അവിടെ നിന്നും പറഞ്ഞിട്ട് നമ്മുടെ സെക്കൻഡ് ഹീറോ അടിച്ചിറക്കുവാണ്. അപ്പോൾ അടിച്ചിറക്കി കഴിഞ്ഞിട്ട് പറയാം എന്താ ഒന്ന് വാലോർക്കെന്ന് പറയുന്ന സമയത്ത് ടീച്ചർ പുറത്തു നിന്നിട്ട് പറയുന്നത് പുറത്ത് നിന്ന് സംസാരിക്കാൻ പറ്റുന്നത് സംസാരിച്ചാൽ വീടിനകത്ത് കയറിയിട്ട് സംസാരമൊന്നും വേണമെന്ന് പറയാം. അപ്പോൾ സെക്കൻഡ് ഹീറോ പറയുകയാണ് ശരി എന്നാൽ ഞാൻ പോവാം പിന്നെ വരാം, മാത്രമല്ല എൻ്റെ കാര്യത്തെപ്പറ്റി ഒന്ന് ആലോചിച്ചാണ് ഞാൻ പറഞ്ഞ കാര്യത്തെപ്പറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ലവ് പ്രപ്പോസ് ആക്സെപ്റ്റ് ചെയ്യുന്ന കാര്യത്തെ പറ്റിയാണ് ഇവൻ പറയുന്നത്. എന്നിട്ട് പറയുകയാണ് നീ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എന്ത് സേഫ്റ്റി ഉണ്ടോ നിനക്ക്, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും ഞാൻ എൻ്റെ ഷൂ ഇവിടെ ഊരിയിട്ടിട്ട് പോകാം. അപ്പോൾ എല്ലാവരും വിചാരിച്ചോളൂ ഇവിടെ ആൺചെറുക്കം ഉണ്ടെന്ന്, അപ്പോൾ പിന്നെ ആരും നിൻ്റെ വീട്ടിലേക്ക് ധൈര്യപൂർവ്വം കയറി വരത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഷൂ എല്ലാം ഊരി വെച്ചിട്ട് പോകാം. സത്യം പറഞ്ഞാൽ നമ്മുടെ ടീച്ചർക്ക് ഒരു ഹാപ്പിനെസ്സും ചിരിയൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇവൻ കണ്ടാലോ എന്ന് വെച്ചിട്ട് ആ ചിരിയൊക്കെ മറച്ചു വെച്ചിട്ട് ടീച്ചർ അവിടെ നിൽക്കുവാണ്. നമ്മുടെ സിലി വീട്ടിൽ വരുന്ന സമയത്ത് നമ്മുടെ എന്താ പറയുന്നത് യുവിൻ്റെ കാറിൻ്റെ ബാക്കിൽ ഫുള്ള് എന്താ പറയുന്നത് ഇവളുടെ മറ്റേ സ്ലൈഡൊക്കെ ഉണ്ടാക്കിയില്ലായിരുന്നു, അത് മൊത്തം ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ എടുത്തുകൊണ്ട് കുഞ്ഞുമ്പേൻ്റെ അടുത്ത് പറയാം മോളെ നീ എന്ത് പരിപാടി കാണിച്ചു വെച്ചേക്കുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കാം ഇതിലൊന്നും അല്ല ഇങ്ങനെയൊന്നും ചെയ്ത് വെച്ചുകൂടാന്ന് പറഞ്ഞിട്ട് സിലി പറയുന്ന സമയത്ത് ഇവിടെ കുഞ്ഞുമ്പെണ്ണ് പറയാം അമ്മ ഇത് ഞാൻ ചെയ്തതല്ല ഇത് അങ്കിള് ചെയ്ത, അങ്കിള് മീൻസ് ആരാ നമ്മുടെ യു ചെയ്താന്ന്. അപ്പോൾ നമ്മുടെ സിലി ആലോചിക്കുന്നത് അവൻ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ലോ എന്ന്. അപ്പോഴേക്കും നമ്മുടെ എന്താ പറയുക കുട്ടിച്ചേർക്കനും അതുപോലെ തന്നെ യുവും വന്നിട്ട് പറയാൻ വാ നമുക്ക് പോയിട്ട് ആ സ്റ്റോൾ ഇട്ടിരിക്കും
കഴിക്കാം, നമുക്ക് രണ്ടുപേരും കൂടി പോകാമെന്ന്. എന്നിട്ട് ഇവർ പോയിട്ട് പിള്ളേരെല്ലാം അവിടെ സ്റ്റോൾ ഇട്ടിരിക്കുവാണ്, ഇവർ രണ്ടുപേരും അടുത്തടുത്ത് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ എന്താ പറയുന്നത് സിലി മനസ്സിൽ ആലോചിക്കുക, ഇവൻ്റെ അടുത്ത് മിണ്ടണോ, ഇവൻ ഇത്രയൊക്കെ ചെയ്തതല്ലേ, മിണ്ടണോ, ഇത് റിയൽ ആണോ അതോ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ചെയ്താണോ എന്ന് അറിയത്തില്ലല്ലോ. അതേപോലെ നമ്മുടെ യു ആലോചിക്കുകയാണ്, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇവൾക്ക് ഞാൻ എന്താ മാപ്പ് പറഞ്ഞതെന്ന് മനസ്സിലാവുന്നില്ല, ഇവളെന്താ എൻ്റെ അടുത്ത് മിണ്ടാത്തിയെന്ന് നമ്മുടെ യുവും ചിന്തിക്കുക. ഇവർ എന്നാൽ തമ്മി മിണ്ടുന്നില്ല. എന്നിട്ട് ഇവർ ലാസ്റ്റ് നമ്മുടെ എന്താ പറയുന്നത് യു കയറി മിണ്ടാൻ പോകുന്ന സമയത്ത് കറക്റ്റ് കുട്ടിച്ചേർക്കൻ വന്നിട്ട് പറയാണ്, പപ്പ ഇനി എനിക്ക് എന്താ ടോയ്സ് ഒന്നും വാങ്ങിച്ചു തരണ്ടെന്ന് പറയാം. അപ്പോൾ ചോദിക്കുവാണ്, യു ചോദിക്കുകയാണ് എന്താ പോലെ അങ്ങനെ പറഞ്ഞേ. പറയാം, പൈസ ഉണ്ടാക്കാൻ ഇത്ര ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു പപ്പ അപ്പോൾ എത്ര കഷ്ടപ്പെട്ടായിരിക്കും പൈസ ഉണ്ടാക്കുന്നതെന്ന് പറയാം. അപ്പോൾ യുവിന് പിന്നെയും നമ്മുടെ എന്താ പറയുക സിലിയുടെ മേളിൽ ഇച്ചിരി കൂടി ഒരു നല്ലൊരു അഭിമാനം തോന്നുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ടാണല്ലോ കുട്ടിച്ചേർക്കൻ ഇങ്ങനെ ഒരു മൈൻഡ് വന്നത്. അപ്പോൾ ഇതെല്ലാം ആലോചിച്ചിട്ട് ഇവരെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന സമയത്ത് സിലിക്ക് എന്താ പറയുന്നത് അവളുടെ പേരൻസിൻ്റെ കോൾ വരിക. പേരൻസിൻ്റെ കോൾ വന്നിട്ട് പറയുകയാണ്, അവളുടെ അമ്മയെ വിളിക്കുന്നത് കേട്ടോ, നീ അപ്പോൾ കല്യാണം കഴിച്ചല്ലേ, ഞങ്ങൾ നിന്നെ കാണാൻ വരുന്നത് പറയാം. എന്നിട്ട് പിറ്റേന്ന് രാവിലെ കാണിക്കുവാണ് നമ്മുടെ സിലിയുടെ പേരൻസ് എല്ലാം വന്നിട്ടുണ്ട്. പേരൻസ് എല്ലാം വന്നിരുന്ന സമയത്ത് ഇവളുടെ അച്ഛനെ, നമ്മുടെ സിലിയുടെ അച്ഛൻ വന്ന് ഇച്ചിരി മുരടാണ് കേട്ടോ, ഒരു തരത്തിലും കൺവിൻസ് ആവുന്നില്ല. പക്ഷേ അമ്മ പിന്നെയും ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ സിലിയുടെ അമ്മ വന്ന് ടീച്ചർ, അപ്പോൾ നമ്മുടെ എന്താ പറയുന്നത് യു വന്ന് ഒരു പേനയൊക്കെ സിലിയുടെ അമ്മയ്ക്ക് ഗിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇന്ന് സംസാരിക്കുമ്പോൾ ഗ്രാൻഡ് പിയും അതുപോലെ അവരുടെ കൂടെ ഇന്ന് സംസാരിക്കുന്നുണ്ട്. അവർ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ സിലിയുടെ ഇവർക്ക് രണ്ടുപേർക്കും ഡൗട്ട്, ഇവർ പെട്ടെന്ന് എങ്ങനെ കല്യാണം കഴിച്ചതെന്ന് വെച്ചാൽ പെട്ടെന്ന് കണ്ടുമുട്ടി പെട്ടെന്ന് കല്യാണം കഴിച്ചു. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ഡൗട്ട്. അപ്പോൾ സിലിയുടെ അമ്മ വന്ന് ഹീറോയോട് ചോദിക്കുകയാണ്, നീ എന്ത് കണ്ടിട്ട് അവളെ കല്യാണം കഴിച്ചെന്ന് ചോദിക്കുമ്പോൾ പറയാം, അവൾ ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആണ്, അവളുടെ കാര്യങ്ങളെല്ലാം നോക്കുക, അങ്ങനെ കുറേ നല്ല ഗുണങ്ങൾ പറയും കേട്ടോ. അപ്പോൾ സിലിയുടെ അമ്മ പറയാം, അതൊക്കെ ശരിയാണ്, പക്ഷേ അവൾക്ക് കുക്ക് ചെയ്യാൻ പോലും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഒരുമാതിരി ഇൻസൾട്ട് ചെയ്യുന്ന പോലെ പറയുവാണ് നമ്മുടെ. അപ്പോൾ എടുത്തോണ്ടേ നമ്മുടെ എന്താ പറയുന്നത് സിലി പറയണം, അമ്മ എന്താ അമ്മ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ എടുത്തുകൊണ്ട് നമ്മുടെ യു കയറി പറയും, അത് കുഴപ്പമില്ല അമ്മ, അവൾക്ക് കുക്ക് ചെയ്യാൻ അറിയത്തില്ല, എന്താ എനിക്ക് നല്ല വൃത്തിയായിട്ട് കുക്ക് ചെയ്യാൻ അറിയാം, അവൾക്ക് ഞാൻ കുക്ക് ചെയ്ത് കൊടുത്തോളാം എന്ന് പറയാം. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഇത് ഓക്കെ ആയിട്ട് പോകാം കേട്ടോ. ആ സമയത്ത് നമ്മുടെ കുട്ടിച്ചെറുക്കൻ കറക്റ്റ് ഓടി വന്നിട്ട് അമ്മയെന്ന് പറഞ്ഞിട്ട് ഓടി വരുവാണ്. അപ്പോൾ ഇവർ ചോദിക്കുകയാണ് ഇത് ഏതാ കുട്ടിച്ചെറുക്കന്ന്. അപ്പോൾ എടുത്തോണ്ട് പറയുകയാണ് ഇത് എന്താണ് നമ്മുടെ യുവിൻ്റെ മോനാന്ന് അറിയുന്ന സമയത്ത് നമ്മുടെ സിലിയുടെ പപ്പയ്ക്ക് ഇത് ഒട്ടും ഇഷ്ടമാവാതെ അവർ പറയുകയാണ്, എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ല, ഇത് മര്യാദയ്ക്ക് വേഗം ഡിവോഴ്സ് ചെയ്തോന്ന് പറയുന്ന സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.